ഹായ് ഓൾ, എല്ലാവർക്കും ലക്ഷ്യ ട്യൂഷൻസിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കെമിസ്ട്രിയിലെ ഓർഗാനിക് കെമിസ്ട്രി പഠിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അല്ലെ. നമ്മുടെ ഒന്നാമത്തെ പാഠത്തില് ഓർഗാനിക് കോമ്പൗണ്ട്സിനെ പറ്റിയും പിന്നെ ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ നോമൻക്ലേച്ചർ എങ്ങനെയാണെന്നും ഡിഫറെന്റ് ഫങ്ഷണൽ ഗ്രൂപ്പ് നമ്മൾ പരിചയപ്പെട്ടു അല്ലെ. ലാസ്റ്റ് ഐസോമെറിസം വരെ പഠിച്ചു നിർത്തി അല്ലെ. അപ്പോ ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്താണ്, അതിന്റെ ഒരു ധാരണ നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ക്ലിയർ ആയി അല്ലെ. നമുക്ക് അതിന്റെ കണ്ടിന്യൂഷൻ എന്നോണമാണ് സെക്കൻഡ് ചാപ്റ്റർ വരുന്നത്. ഈ സെക്കൻഡ് ചാപ്റ്ററിൽ നമുക്ക് പഠിക്കേണ്ടത് നമ്മൾ പഠിച്ച ഡിഫറെന്റ് ഓർഗാനിക് കോമ്പൗണ്ട്സിൽ നടക്കുന്ന ഡിഫറെന്റ് കെമിക്കൽ റിയാക്ഷൻസ് ആണ്. അപ്പോ ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്താണ് എന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് കെമിക്കൽ റിയാക്ഷൻ പഠിക്കാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ നിങ്ങൾ എല്ലാവരും ഫസ്റ്റ് ചാപ്റ്റർ നന്നായി പഠിച്ചതിന് ശേഷം മാത്രം സെക്കൻഡ് ചാപ്റ്റർ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഓർഗാനിക് കോമ്പൗണ്ട്സിനെ പറ്റി അല്ലെ, ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ കെമിക്കൽ റിയാക്ഷൻ ആണ്. അപ്പൊ ഉറപ്പായിട്ട് നമുക്ക് ആ കോമ്പൗണ്ട്സ് എന്തൊക്കെയാണെന്നുള്ളത് ഒരു ഊഹം വേണം. ക്ലിയർ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ചാപ്റ്ററിലോട്ട് കിടക്കാം. നമ്മുടെ ചാപ്റ്ററിന്റെ പേരാണ് കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. നമ്മൾ പഠിച്ച ഡിഫറെന്റ് ഓർഗാനിക് കോമ്പൗണ്ട്സിലെ കെമിക്കൽ റിയാക്ഷൻസ് നോക്കാം. ഓക്കെ, നമുക്ക് ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പഠിക്കേണ്ടത് 5 ഡിഫറെന്റ് ഓർഗാനിക് റിയാക്ഷൻസ് ആണ്, അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻസ് ആണ്. ഓക്കെ, അപ്പൊ ഏതൊക്കെയാന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓരോന്നിന്റെ പേര് ആദ്യം ഒന്ന് ലിസ്റ്റ് ചെയ്ത് പോവാം. നമുക്ക് ഫസ്റ്റ് പഠിക്കേണ്ട റിയാക്ഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഓക്കെ, നമുക്ക് ആദ്യം നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്താണെന്ന് പഠിക്കും. പിന്നെ അഡീഷൻ റിയാക്ഷൻ പഠിക്കണം. 3 കമ്പഷൻ, 4 തെർമൽ ക്രാക്കിംഗ്, 5 പോളിമറൈസേഷൻ. അങ്ങനെ 5 ഡിഫറെന്റ് കെമിക്കൽ റിയാക്ഷൻസ് ആണ് നമുക്ക് പഠിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ഉള്ള സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിലോട്ട് കിടക്കാം. ഓക്കെ, ആ പേര് തന്നെ ഉണ്ടല്ലേ, സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചാൽ എന്താ? ഒരാൾക്ക് പകരം മറ്റൊരാള് വരുന്നതിനെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് അല്ലെ. അതായത് എന്തിനെങ്കിലും റീപ്ലേസ് ചെയ്തുകൊണ്ട് മറ്റൊരു സാധനം അല്ലെങ്കിൽ മറ്റൊരു ഗ്രൂപ്പ്, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് പറയാം, ഒരു ആറ്റമോ ഗ്രൂപ്പോ. ഓക്കെ, ഒരു ആറ്റത്തിനെയോ ഗ്രൂപ്പിനെയോ റീപ്ലേസ് ചെയ്തുകൊണ്ട് മറ്റൊരു ആറ്റമോ ഗ്രൂപ്പോ വന്ന് ജോയിൻ ചെയ്യുന്നതിനെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോ ഒന്നിനെ റീപ്ലേസ് ചെയ്തിട്ട് മറ്റൊരാൾ വരണം. ഓക്കെ അല്ലേ? സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ആർ കെമിക്കൽ റിയാക്ഷൻസ് ഇൻ വിച്ച് an atom or group of atoms is replaced with another atom or group of atoms in a compound. അപ്പോ ഒരു ആറ്റത്തിനെയോ ഗ്രൂപ്പ് ഓഫ് ആറ്റത്തിനെയോ റീപ്ലേസ് ചെയ്തുകൊണ്ട് അനദർ ആറ്റം ഓർ ഗ്രൂപ്പ് ഓഫ് ആറ്റം എന്ത് ചെയ്യുന്നു, എൻറ്റർ ചെയ്യുന്ന റിയാക്ഷൻസിനെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് അതിലൊരു എക്സാമ്പിൾ നോക്കാം. പിന്നെ ഒരു കാര്യം ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത്, പ്രധാനമായിട്ടും ഈ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കുന്നത് ഇൻ ദ പ്രസൻസ് ഓഫ് എൻ സൺലൈറ്റ് ആയിരിക്കും. സൺലൈറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും എനർജി സോഴ്സിന്റെ പ്രസൻസിലായിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് സൺലൈറ്റിന്റെ പ്രസൻസിലായിരിക്കും സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കുക. ഓക്കെ, അപ്പൊ നമുക്കൊരു സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നോക്കാം. ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് മീഥൈനിൽ നടക്കുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. മീഥൈൻ എന്ന് പറയുമ്പോ CH4 അല്ലെ, CH4 ആണ് മീഥൈൻ അല്ലെ. ഈ മീഥൈനിലോട്ട് ക്ലോറിൻ ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ക്ലോറിൻ ആണ് റിയാക്ട് ചെയ്യുന്നതെന്ന് കരുതുക. ക്ലോറിൻ. ഓക്കെ, ഞാൻ പറഞ്ഞു സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കുന്നത് ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ് ആണ് അല്ലെ, ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ് ആണ്. ഓക്കെ, അപ്പോ മീഥൈനെ സംബന്ധിച്ചിടത്തോളം മീഥൈനില് ഒരു കാർബണില് 4 ഹൈഡ്രജൻ ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അല്ലെ. അപ്പോ ഈ 4 ഹൈഡ്രജനില് ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് നമ്മുടെ ക്ലോറിനിലുള്ള Cl2 അല്ലെ, Cl2യിലുള്ള ഒരു ക്ലോറിൻ എന്ത് ചെയ്യുന്നു, എൻറ്റർ ചെയ്യുന്നു. അപ്പൊ നോക്കിക്കേ, മീഥൈനില് മൊത്തത്തിൽ 4 ഹൈഡ്രജൻ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്യുമ്പോൾ ബാക്കി ഇനി എത്രയേ ഉള്ളൂ, 3 ഹൈഡ്രജൻ. ക്ലിയർ ആണോ? ഇനി ആരാ എൻറ്റർ ചെയ്യുന്നത്? ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തു, പകരം ഇനി ഒരാൾ എൻറ്റർ ചെയ്യണ്ടേ? ആര് എൻറ്റർ ചെയ്യുന്നു? നമ്മുടെ ക്ലോറിനിലുള്ള ഒരു ക്ലോറിൻ എൻറ്റർ ചെയ്യുന്നു. അങ്ങനെ മീഥൈനില് ക്ലോറിനേഷൻ നടക്കുമ്പോ അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുമ്പോ, ക്ലോറിൻ വെച്ച് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുമ്പോ നമുക്ക് കിട്ടുന്ന കോമ്പൗണ്ട് ആണ് ക്ലോറോമീഥൈൻ അല്ലെ. ഇനി ഇവിടെ നിന്നൊരു ഹൈഡ്രജൻ പോയി ഇവിടെ നിന്നൊരു ക്ലോറിനും കൂടെ അല്ലെ, ഒരു ക്ലോറിനല്ലേ വന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളൂ, മറ്റൊരു ക്ലോറിൻ ഉണ്ടല്ലോ, ഇവർ രണ്ടുപേരും കൂടെ ജോയിൻ ചെയ്ത് HCl ആയിട്ട് മാറുന്നു. അപ്പൊ ഇതാണ് മീഥൈനിൽ നടക്കുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ. ഇത് നമ്മൾ എത്രത്തോളം ഈ സൺലൈറ്റ് പ്രൊവൈഡ് ചെയ്യോ അത്രയും നേരം ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടന്നുകൊണ്ടേയിരിക്കും അല്ലെ. അപ്പോൾ സിംഗിൾ പ്രോഡക്റ്റ് അല്ല നമുക്ക് ഫോം ചെയ്യുന്നത് കിട്ടുന്നത്.
ഇവിടെ മൊത്തത്തിൽ ഇനി എത്ര ഹൈഡ്രജനും കൂടെ ഉണ്ട്? 3 ഹൈഡ്രജനും കൂടെ ഉണ്ട് അല്ലെ. അപ്പൊ ഈ ഹൈഡ്രജൻ മൊത്തത്തിൽ റീപ്ലേസ് ആവുന്നത് വരെയും എന്ത് ചെയ്യും? ക്ലോറിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പൊ നമുക്ക് ബാക്കി എല്ലാ പ്രോഡക്ട്സും ഒന്ന് എഴുതാം. ഓക്കെ, ബാക്കി എല്ലാ പ്രോഡക്ട്സും കൂടെ ഒന്ന് എഴുതി പോവാം. ഓക്കെ, ഇപ്പൊ നമ്മുടെ പ്രോഡക്റ്റ് ഇപ്പൊ കിട്ടിയ പ്രോഡക്റ്റ് CH3Cl ആണ് അല്ലെ. അപ്പൊ ഇനി തുടങ്ങുന്നത് CH3Cl നിന്നായിരിക്കും. ഇതിലോട്ട് എന്ത് ആഡ് ചെയ്യുന്നു? ക്ലോറിൻ. വീണ്ടും ക്ലോറിൻ ആഡ് ചെയ്യുന്നു ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുന്നു? ഇപ്പോ കാർബണില് 3 ഹൈഡ്രജൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇനി അതിൽ നിന്ന് 1 ഹൈഡ്രജനും കൂടെ പോകുമ്പോൾ ഇനി എത്രയേ ഉണ്ടാവുള്ളൂ? 2 ഹൈഡ്രജൻ. ഒന്നിനെ അവിടെ നിന്ന് റീപ്ലേസ് ചെയ്തു. ആര് വന്ന് റീപ്ലേസ് ചെയ്തു? ഓൾറെഡി ഒരു ക്ലോറിൻ ഉണ്ടായിരുന്നു, മറ്റൊരു ക്ലോറിനും കൂടെ വന്നിട്ടാണ് ഇനി ഈ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തത്. അപ്പൊ Cl2. നേരത്തെ പറഞ്ഞതുപോലെ ഇവര് പോയവർ എന്ത് ചെയ്യുന്നു? HCl ആയിട്ട് മാറുന്നു. ക്ലിയർ? ഇനി എന്ത് ചെയ്യുന്നു? അടുത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. അതായത് CH2Cl2ൽ അടുത്ത് വീണ്ടും സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നു. ഓക്കെ, CH2Cl2ല് 2 ഹൈഡ്രജൻ ആണുള്ളത്. ഇനി എന്തായി മാറുന്നു? 2. വീണ്ടും 2ൽ നിന്ന് 1 ഹൈഡ്രജനെയും കൂടെ റീപ്ലേസ് ചെയ്യുന്നു. അപ്പൊ 1 ഹൈഡ്രജൻ ആയിട്ട് മാറുന്നു. ഇപ്പൊ മൊത്തത്തിൽ 2 ക്ലോറിൻ ഉണ്ട്. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വരണ്ടേ? റീപ്ലേസ് ചെയ്തിട്ട് അടുത്ത ക്ലോറിൻ വരണ്ടേ? അപ്പൊ 1 ക്ലോറിനും കൂടെ കയറുമ്പോ 3 ക്ലോറിൻ ആയിട്ട് മാറുന്നു. വീണ്ടും HCl ഫോം ചെയ്യുന്നു. ഇനി സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇവിടെ നിന്നാണ്. അതായത് CHCl3 ഇതിലോട്ടാണ് ഇനി ക്ലോറിൻ വന്ന് എന്ത് ചെയ്യുന്നത്? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോ വീണ്ടും ഉണ്ടായിരുന്ന 1 ഹൈഡ്രജൻ, ഇനി 1 ഹൈഡ്രജനും കൂടെ ഉണ്ട് അല്ലെ. ഈ ഹൈഡ്രജനെയും കൂടെ എന്ത് ചെയ്യുന്നു? റീപ്ലേസ് ചെയ്യുന്നു. അപ്പൊ ഇനി ഹൈഡ്രജനെ ഇല്ല. 3 ക്ലോറിൻ എന്നുള്ളത് ഒന്നും കൂടെ ആഡ് ആയി 4 ക്ലോറിനായിട്ട് മാറുന്നു. HCl ഫോം ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ നമുക്ക് CCl4 കിട്ടുന്നു. കാർബൺ ടെട്രാക്ലോറൈഡ്. ഇനി ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുമോ? ഇല്ല. കാരണം ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ആരുമില്ല അല്ലെ. സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യാനായിട്ട് ഇനി ഒരു ഹൈഡ്രജനും അവശേഷിക്കുന്നില്ല. അപ്പോ മീഥൈനിൽ നടക്കുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിൽ നമുക്ക് ഇത്രയും പ്രോഡക്ട്സ് ആണ് കിട്ടുന്നത്. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ക്ലിയർ ആണോ? എന്താണ്? ഒരു ആറ്റത്തിനെയോ ഗ്രൂപ്പ് ഓഫ് ആറ്റത്തിനെയോ റീപ്ലേസ് ചെയ്തുകൊണ്ട് മറ്റൊരു ആറ്റം അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആറ്റം എൻറ്റർ ചെയ്യുന്നതിനെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ക്ലോറിൻ തന്നെ ആവണമെന്നില്ല, മറ്റേത് ആറ്റമോ ഗ്രൂപ്പ് ഓഫ് ആറ്റമോ ആവാം. അതെന്ത് ചെയ്യുന്നു? ക്ലോറിന് പകരം, ഇപ്പൊ ക്ലോറിൻ ആയിരുന്നു, ക്ലോറിന് പകരം വരുന്നത് ഇനി ഹൈഡ്രജൻ H2 ആണെങ്കിൽ H2 ആയിരിക്കും ഇതേപോലെ എൻറ്റർ ചെയ്യുന്നത്. ക്ലിയർ ആണോ? അപ്പൊ ഇതേപോലെ ഡിഫറെന്റ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നു. അപ്പൊ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ക്ലിയർ അല്ലേ? നമുക്ക് ഇനി അടുത്ത റിയാക്ഷനിലോട്ട് കിടക്കാം. അടുത്ത റിയാക്ഷൻ ആണ് അഡിഷൻ റിയാക്ഷൻ. ഈ അഡിഷൻ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആറ്റം അല്ലെങ്കിൽ ആറ്റം എന്താ ചെയ്യുന്നത്? ആഡ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് അല്ലെ. ആർക്കും പകരം അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്തുകൊണ്ടല്ല, സബ്സ്റ്റിറ്റ്യൂഷൻ അല്ല നടക്കുന്നത്, പകരം അഡിഷൻ ആണ് നടക്കുന്നത്. ഓക്കെ, ഓക്കെ. അഡിഷൻ റിയാക്ഷൻസ് ആർ റിയാക്ഷൻസ് ഇൻ വിച്ച്, ഇതാണ് ഇമ്പോർട്ടന്റ്, unsaturated organic compounds with a double bond or triple bond combine with a certain molecules to form saturated compounds. It's very important. അതായത് അഡിഷൻ റിയാക്ഷൻ പ്രധാനമായും നടക്കുന്നത് അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സിലാണ്. അതായത് ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ അത്തരം അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സിലോട്ട് മറ്റെന്തെങ്കിലും മോളിക്യൂൾസ് വന്ന് ആഡ് ചെയ്യപ്പെടുമ്പോൾ എന്ത് പ്രോഡക്റ്റ് ഉണ്ടാവുന്നു? സാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ഫോം ചെയ്യുന്നു. അപ്പൊ അൺസാച്ചുറേറ്റഡ് സാച്ചുറേറ്റഡ് ആയിട്ട് മാറുന്നു അല്ലെ. ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ആയിട്ട് മാറുന്നു, ട്രിപ്പിൾ ബോണ്ട് ഡബിൾ ബോണ്ട് ആയിട്ട് മാറുന്നു. ഈ റിയാക്ഷനെയാണ് എന്ത് വിളിക്കുന്നത്? അഡിഷൻ റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം വ്യക്തമാണ്. ഇവിടെ ട്രിപ്പിൾ ബോണ്ട് ഡബിൾ ബോണ്ട് ആവണമെങ്കിലും ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ആവണമെങ്കിലും എന്ത് നടക്കണം? ബോണ്ടിന്റെ ബ്രേക്കേജ് നടക്കണം അല്ലെ. ബോണ്ട് ബ്രേക്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ അഡിഷൻ റിയാക്ഷനിൽ നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ദ റിയാക്ഷൻസ് ഇൻ വിച്ച് ട്രിപ്പിൾ ബോണ്ടഡ് ഓർഗാനിക് കോമ്പൗണ്ട് പാർഷ്യലി കമ്പൈൻ വിത്ത് സ്മോൾ മോളിക്യൂൾസ് ടു ഫോം ഡബിൾ ബോണ്ടഡ് കോമ്പൗണ്ട്സ്. ഞാൻ പറഞ്ഞില്ലേ, ഡബിൾ ബോണ്ടഡ് കോമ്പൗണ്ട്സ് സിംഗിൾ ബോണ്ടഡ് കോമ്പൗണ്ട് ആവുന്നു, ട്രിപ്പിൾ ബോണ്ടഡ് കോമ്പൗണ്ട്സ് ഡബിൾ ബോണ്ടഡ് കോമ്പൗണ്ട്സ് ആക്കി മാറുന്നു. അപ്പം ഈ റിയാക്ഷൻ ആണ് അഡിഷൻ റിയാക്ഷൻ. ഓക്കെ, അപ്പൊ അഡിഷൻ റിയാക്ഷൻ ആണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മൾ എടുക്കുന്ന റിയാക്ടന്റ് ഒരു അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ആണോ എന്ന് നോക്കണം. ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ആണോ എന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, ഇവിടെ ഈഥീനിൽ നടക്കുന്ന അഡിഷൻ റിയാക്ഷൻ ആണ് കാണിച്ചിട്ടുള്ളത്. ഈഥീൻ നമുക്കറിയാം CH ഡബിൾ ബോണ്ട് CH, ഇതാണ് ഈഥീൻ അല്ലെ. സോറി, CH2 ഡബിൾ ബോണ്ട് CH2, ഇതാണ് ഈഥീൻ അല്ലെ. അപ്പൊ ഇതിലോട്ട് ഇനി അഡിഷൻ റിയാക്ഷൻ നടക്കുകയാണ്.
അഡിഷൻ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു മോളിക്യൂൾ വന്ന് ആഡ് ചെയ്യണം. ഇവിടെ സപ്പോസ് H2 ആന്നിരിക്കട്ടെ, ഇനി ഏത് വേണോ ആവാം. ഓക്കെ, അപ്പൊ ഇതിൽ അഡിഷൻ റിയാക്ഷൻ നടക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത്, അഡിഷൻ റിയാക്ഷന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ബോണ്ട് ബ്രേക്ക് ചെയ്യുക. അഡിഷൻ റിയാക്ഷന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ബോണ്ട് ബ്രേക്ക് ചെയ്യുക എന്നതാണ് അഡിഷൻ റിയാക്ഷന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് എന്തായി? സിംഗിൾ ബോണ്ടായി. കണ്ടോ? അപ്പൊ കണ്ടോ, അൺസാച്ചുറേറ്റഡ് സാച്ചുറേറ്റഡ് ആയിട്ട് മാറി. ഇനി എന്ത് ചെയ്യണം? ഈ വരുന്ന സാധനം അല്ലെ H2 എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. എവിടെ ആഡ് ചെയ്യണം? ഏതൊക്കെ കാർബണിലുള്ള ബോണ്ടാണോ ബ്രേക്ക് ആയത് ആ 2 കാർബണിലോട്ട് നമ്മൾ എന്ത് ചെയ്യാം? ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പൊ ഇവിടെ CH2 ആയിരുന്നില്ലേ? ഈ CH2 മാറിയിട്ട് ഓരോ ഹൈഡ്രജൻ ഇങ്ങോട്ടേക്ക് എൻ്റർ ആയി CH3 ആവുന്നു. അങ്ങനെ നമ്മുടേത് ആൽക്കെയിൻ ആയിട്ട് മാറുന്നു അല്ലെ? ഈഥെയിൻ ആയിട്ട് മാറി. അപ്പൊ ഇതാണ് അഡിഷൻ റിയാക്ഷൻ. അഡിഷൻ റിയാക്ഷൻ നടക്കുന്നത് ഇൻ ദ പ്രസൻസ് ഓഫ് എ കാറ്റലിസ്റ്റ് ആയിരിക്കും. അപ്പൊ ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയേ ഉള്ളൂ അഡിഷൻ റിയാക്ഷൻ നമ്മൾ ഓർക്കേണ്ടത്. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ് ബോണ്ട് ബ്രേക്ക് ചെയ്യുക. ഡബിൾ ബോണ്ട് ആണെങ്കിൽ സിംഗിൾ ബോണ്ട് ആക്കുക, ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ ഡബിൾ ബോണ്ട് ആക്കുക. ഇനി വന്ന ആറ്റം അല്ലെങ്കിൽ വന്ന മോളിക്യൂളിന് എന്ത് ചെയ്യുക? ഏതൊക്കെ കാർബണിലുള്ള ബോണ്ട് ആണോ ബ്രേക്ക് ആയത് ആ 2 കാർബണിലോട്ടും എന്ത് ചെയ്യുക? ഇട്ട് കൊടുക്കുക. ഓക്കെ, നമുക്കിനി കൂടുതൽ അഡിഷൻ റിയാക്ഷൻസ് പരിചയപ്പെടാം. ഓക്കെ, കുറച്ചുകൂടെ നമുക്ക് കൂടുതൽ അഡിഷൻ റിയാക്ഷൻസ് പരിചയപ്പെടാം. ഫോർ എക്സാമ്പിൾ CH3 CH ഡബിൾ ബോണ്ട് CH3. ഓക്കെ, 4 കാർബൺ വരുന്നത് ബ്യൂട്ടീൻ ആണ്. ഇതിലോട്ട് ഇനി അഡിഷൻ റിയാക്ഷൻ നടക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ആരെങ്കിലും ആവട്ടെ HBr എന്ന് പറയുന്ന കോമ്പൗണ്ട് ആണ് ആഡ് ചെയ്യാൻ പോകുന്നത് അല്ലെ? അപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യണം അല്ലെ? അപ്പൊ ഞാൻ ഇവിടെ CH3 CH സിംഗിൾ ബോണ്ട് CH3. ഓക്കെ അല്ലേ? അപ്പോ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തു. ഇനി ആരെ ആഡ് ചെയ്യണം? HBr എന്ന് പറയുമ്പോൾ Hഉം Br അല്ലെ? അപ്പോ എന്ത് ചെയ്യാ? ഒരിടത്ത് Hനെ ആഡ് ചെയ്യാം. ഞാൻ ഇവിടെ ഇങ്ങോട്ടേക്ക് H ആഡ് ചെയ്യുന്നു. അപ്പൊ ഒരു H ഇങ്ങോട്ട് വന്നിട്ട് CH2 എന്നാവുന്നു. അടുത്ത കാർബണിലോട്ട് Br ആഡ് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് 2-ബ്രോമോ ബ്യൂട്ടേൻ എന്ന് കിട്ടുന്നു. ക്ലിയർ ആണോ അഡിഷൻ റിയാക്ഷൻ? അപ്പൊ ഇത്തരം അഡിഷൻ റിയാക്ഷൻസ് പഠിക്കുക. ഒന്നുകൂടെ കാണിച്ചു തരാം. നമുക്ക് ട്രിപ്പിൾ ബോണ്ട് വരുന്നതിന് എന്ത് സംഭവിക്കും നോക്കാം. അതായത് CH ട്രിപ്പിൾ ബോണ്ട് CH അല്ലെ? ഇത് ഈഥൈൻ ആണ്. ഓക്കെ, ഈഥൈനിലോട്ട് വീണ്ടും എന്ത് ചെയ്യുന്നു? ഏതെങ്കിലും ഒരു കോമ്പൗണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മോളിക്യൂള് ആഡ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ചെയ്യേണ്ട പ്രോസസ്സ് ട്രിപ്പിൾ ബോണ്ട് ബ്രേക്ക് ആവുമ്പോ ഡബിൾ ബോണ്ട് ആയിട്ട് മാറുന്നു. ഇനി എന്ത് ചെയ്യാ? നമ്മുടെ ഹൈഡ്രജൻ അല്ലെ ഇതല്ലേ ആഡ് ചെയ്യുന്നത്? ഹൈഡ്രജൻ, ഓരോ ഹൈഡ്രജനെയും ഇങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് ഈഥൈനിൽ നടന്ന അഡിഷൻ റിയാക്ഷൻ. ഈഥൈനിൽ അഡിഷൻ റിയാക്ഷൻ നടന്നപ്പോ ഈഥീൻ ആയിട്ട് മാറി. ക്ലിയർ? അപ്പോ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ആറ്റത്തിനെയോ ഗ്രൂപ്പ് ഓഫ് ആറ്റത്തിനെയോ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് മറ്റൊരു കോമ്പൗണ്ട് അല്ലെങ്കിൽ മറ്റൊരു ആറ്റം ഓർ ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് വരുന്നത്. എന്നാൽ അഡിഷൻ റിയാക്ഷൻ അങ്ങനെയല്ല. അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സിലോട്ട് ഏതെങ്കിലും ഒരു സ്മോൾ മോളിക്യൂൾ വന്ന് ആഡ് ചെയ്യപ്പെടുന്നു. അങ്ങനെ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് സാച്ചുറേറ്റഡിലോട്ട് പോകുന്നു. ക്ലിയർ അല്ലേ? അങ്ങനെ നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രിയിലുള്ള പ്രധാനപ്പെട്ട 2 റിയാക്ഷൻസ് ആണ് നമ്മൾ ഇവിടെ കണ്ടത്. ഓക്കെ, നമുക്കിനി അടുത്ത റിയാക്ഷനിലോട്ട് കിടക്കാം. മൂന്നാമത്തെ റിയാക്ഷൻ ആണ് പോളിമറൈസേഷൻ റിയാക്ഷൻ. നിങ്ങൾ പോളിമേഴ്സ് എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലെ? പോളിമറൈസേഷൻ റിയാക്ഷൻ. അപ്പൊ എന്താണ് പോളിമറൈസേഷൻ റിയാക്ഷൻ എന്ന് നോക്കാം. അതായത് ചെറിയ ചെറിയ യൂണിറ്റ്സ് ജോയിൻ ചെയ്ത് ഒരു ലാർജ് കോംപ്ലക്സ് മോളിക്യൂൾ ആയിട്ട് മാറുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് പോളിമറൈസേഷൻ. Okay, the polymerization is the process by which simple molecules join together to form large complex molecules. അപ്പോൾ simple molecules large complex molecule ആയിട്ട് മാറുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ ആ ഫിനോമിനൻ, ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് പോളിമറൈസേഷൻ. അപ്പോ ഇങ്ങനെ ഈ സിമ്പിൾ മോളിക്യൂൾസിനെ നമ്മൾ എന്ത് വിളിക്കും? മോണോമേഴ്സ് എന്ന് വിളിക്കും കേട്ടോ. അതായത് എന്താണോ ജോയിൻ ചെയ്ത് പോകുന്നത് ആ സിമ്പിൾ മോളിക്യൂളിനെ നമ്മൾ മോണോമേഴ്സ് എന്നും, ഉണ്ടായി വരുന്ന ലാർജ് മോളിക്യൂളിനെ, ലാർജ് കോംപ്ലക്സ് മോളിക്യൂളിനെ നമ്മൾ പോളിമേഴ്സ് എന്നും വിളിക്കും. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? മോണോമേഴ്സ് ജോയിൻ ചെയ്തിട്ടാണ് പോളിമേഴ്സ് ഫോം ചെയ്യുന്നത് എന്ന് പറയാം അല്ലെ? മോണോമേഴ്സ് ജോയിൻ ടുഗദർ ടു ഫോം പോളിമർ. This process is known as polymerization.
അപ്പൊ പോളിമറൈസേഷൻ പഠിക്കുമ്പോൾ ശരിക്കും നമുക്ക് പോളിമറൈസേഷൻ ഈസ് ഓഫ് 2 ടൈപ്സ്, 2 ടൈപ്പ് ഓഫ് പോളിമേഴ്സ് ഉണ്ട്. അതിൽ പോളിമറൈസേഷൻ റിയാക്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് ആ 2 ടൈപ്പ് ഓഫ് പോളിമേഴ്സ് എന്ന് നമുക്ക് ആദ്യം നോക്കാം. ഫസ്റ്റ് വൺ ഈസ് അഡിഷൻ പോളിമേഴ്സ്, സെക്കൻഡ് വൺ ഈസ് കണ്ടൻസേഷൻ പോളിമേഴ്സ്. ഓക്കെ, അങ്ങനെ 2 ടൈപ്പ് ഓഫ് പോളിമേഴ്സ് ഏതൊക്കെയാണ്? അഡിഷൻ പോളിമേഴ്സും കണ്ടൻസേഷൻ പോളിമേഴ്സും. ഓക്കെ, അപ്പൊ ബേസ്ഡ് ഓൺ ദ മെത്തേഡ് ഓഫ് പോളിമറൈസേഷൻ, പോളിമറൈസേഷന്റെ മെത്തേഡ് അനുസരിച്ച് ഏത് രീതിയിലാണ് പോളിമറൈസേഷൻ പ്രോസസ് നടക്കുന്നത് അതിന്റെ ബേസിസിലാണ് നമുക്ക് അഡിഷൻ പോളിമേഴ്സും കണ്ടൻസേഷൻ പോളിമേഴ്സും ഉള്ളത്. അപ്പൊ ആദ്യത്തെ ടൈപ്പായ അഡിഷൻ പോളിമേഴ്സ് എന്താന്ന് നോക്കാം. അഡിഷൻ പോളിമേഴ്സ് ആർ ഒബ്റ്റൈൻഡ് ബൈ റിപ്പീറ്റഡ് അഡിഷൻ റിയാക്ഷൻ ഓഫ് ദ മോണോമർ. സെയിം മോണോമർ തന്നെ റിപ്പീറ്റ് ആയിട്ട് ആഡ് ചെയ്ത് ഒരു ലാർജ് കോംപ്ലക്സ് മോളിക്യൂൾ ഉണ്ടാവുന്ന തരം ആ ടൈപ്പ് ഓഫ് പോളിമറൈസേഷൻ അല്ലെങ്കിൽ ആ ടൈപ്പ് പോളിമേഴ്സിനെയാണ് അഡിഷൻ പോളിമേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ അഡിഷൻ പോളിമേഴ്സിന് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന കുറച്ച് എക്സാമ്പിൾസും കൂടെ പരിചയപ്പെടാനുണ്ട്. ഏതൊക്കെയാണ്? പോളിത്തീൻ ഉണ്ട്, പോളിവിനൈൽ ക്ലോറൈഡ് PVC ഉണ്ട്, ടെഫ്ലോൺ ഉണ്ട്. ഈ 3 എക്സാമ്പിൾസ് ആണ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്കിനി ഓരോ പോളിമറും എടുത്തു പഠിക്കാം. ഇതിന്റെ മോണോമേഴ്സ് ഏതൊക്കെയാണ്, ഇതിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം നമ്മൾ അഡിഷൻ പോളിമേഴ്സിൽ പഠിക്കുന്നത് പോളിത്തീനെ പറ്റിയിട്ടാണ്. അപ്പൊ പോളിത്തീൻ എന്ന് പറയുമ്പോൾ അതിന്റെ മോണോമർ എന്താണ്, ആ ഒരു അഡിഷൻ പോളിമറൈസേഷൻ റിയാക്ഷൻ എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, പോളിത്തീനിന്റെ മോണോമർ ഏതാന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത് ഈഥീൻ ആണ്. ശരിക്കും ഒരു പോളിമറിന്റെ മോണോമർ പറയാൻ എളുപ്പമാണ്. ആ പോളിമറിൽ നിന്നും പോളി എന്നുള്ള വാക്ക് മാറ്റിയാൽ മതി. മെജോറിറ്റി ഓഫ് ദ കേസിൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റും കേട്ടോ. പോളി ഈഥീൻ അല്ലെ, അതാണ് പോളിത്തീൻ. അതിലെ പോളിയെ മാറ്റിയാൽ ഈഥീൻ എന്ന് മാത്രം കിട്ടും അല്ലെ. ആ ഈഥീൻ ആണ് പോളിത്തീന്റെ മോണോമർ. ഓക്കെ, അപ്പൊ നോക്കി, ഈഥീൻ നമുക്കറിയാം CH2 ഡബിൾ ബോണ്ട് CH2 ആണ് അല്ലെ. അത്തരം n നമ്പർ ഓഫ് അല്ലെ, എത്രയോ നമുക്കറിയാം, ഒത്തിരി റിപ്പീറ്റഡ് അഡീഷൻ നടന്നിട്ടാണ് ഒരു പോളിമർ ഉണ്ടാവുന്നത് അല്ലെ. അപ്പൊ n നമ്പർ ഓഫ് ഈഥീൻ ജോയിൻ ചെയ്തുണ്ടാവുന്ന പോളിമർ ആണ് പോളിത്തീൻ. നമുക്ക് ഈ മോണോമർ തന്നിട്ട് അതിന്റെ റിയാക്ഷൻ ബാക്കി എഴുതാൻ ചോദിച്ചാൽ അല്ലെങ്കിൽ പോളിമർ എഴുതാൻ ചോദിച്ചാൽ വളരെ എളുപ്പമാണ്. ഇവിടുത്തെ മോണോമർ ആരാ? ഈഥീൻ ആണ് അല്ലെ. അപ്പൊ ഈഥീൻ എന്ന് പറയുമ്പോൾ CH2 ഡബിൾ ബോണ്ട് CH2. അപ്പോ ഇതിന്റെ പോളിമർ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം ചെയ്യേണ്ട പ്രോസസ്സ് ഈ ഡബിൾ ബോണ്ടിനെ ബ്രേക്ക് ചെയ്യുക. ഓക്കെ, ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തു. ഇനി ചെയ്യേണ്ടത് ഈ 2 സൈഡിലും ഓരോ ബോണ്ട് ഇട്ട് കൊടുക്കുക, 2 എൻഡിലും ഓരോ ബോണ്ട് ഇട്ട് കൊടുക്കുക. ഈ ബോണ്ടിനെ കവർ ചെയ്യുന്ന രീതിയിൽ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കുക. അതിന്റെ താഴെ എന്ത് ചെയ്യുക, ഒരു എന്നും കൂടി ഇട്ട് കൊടുക്കുക. ദാ നമ്മുടെ പോളിമറായി അല്ലെ. കണ്ടോ പോളിത്തീന്റെ സ്ട്രക്ചർ കണ്ടോ. അപ്പൊ ഇതുപോലെ ഏത് മോണോമർ ചോദിച്ചാലും അല്ലെങ്കിൽ ഏത് മോണോമർ തന്നിട്ട് അതിന്റെ പോളിമർ ഏതാൻ ചോദിച്ചാലും സെയിം മെത്തേഡാണ് അപ്ലൈ ചെയ്യേണ്ടത്. ബോണ്ട് ബ്രേക്ക് ചെയ്യുക, എൻഡില് 2 ബോണ്ട് ഇട്ട് കൊടുക്കുക, അതിനെ കവർ ചെയ്ത് സ്ക്വയർ ബ്രാക്കറ്റ് ഇടുക, താഴെ ഒരു എൻ ഇട്ട് കൊടുത്താൽ നമുക്ക് അതിന്റെ പോളിമർ കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ പോളിമർ കിട്ടും. ക്ലിയർ? അപ്പൊ നമുക്കിനി അടുത്ത എക്സാമ്പിളിലോട്ട് കിടക്കാം. അതായത് അടുത്ത അഡിഷൻ പോളിമർ ആണ് പോളിവിനൈൽ ക്ലോറൈഡ്. നമുക്കറിയാം PVC. ഓക്കെ, PVC എന്താണെന്ന് നോക്കാം, അല്ലെങ്കിൽ പോളിവിനൈൽ ക്ലോറൈഡ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് പറഞ്ഞേ, പോളിവിനൈൽ ക്ലോറൈഡിന്റെ മോണോമർ എന്തായിരിക്കും? വിനൈൽ ക്ലോറൈഡ് അല്ലെ. അതായത് അതിന്റെ പോളിയെ മാറ്റിയാൽ എന്ത് കിട്ടും? നമുക്ക് മോണോമർ കിട്ടും. ഈ മോണോമർ ആണ് വിനൈൽ ക്ലോറൈഡ്. അപ്പൊ ശരിക്കും വിനൈൽ ക്ലോറൈഡിന്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ്: CH2 ഡബിൾ ബോണ്ട് CHCl. ഇതാണ് വിനൈൽ ക്ലോറൈഡ്. ഇതുപോലുള്ള N വിനൈൽ ക്ലോറൈഡ്സ് ചേർന്നാൽ എന്ത് കിട്ടും? പോളിമർ അല്ലെ, PVC കിട്ടും അല്ലെ, പോളി വിനൈൽ ക്ലോറൈഡ് കിട്ടും അല്ലെ. അപ്പൊ നമുക്ക് ഇതുപോലത്തെ N ചേരണം. അപ്പൊ എന്തായിരിക്കും പ്രോഡക്റ്റ്? നമ്മൾ എങ്ങനെ എഴുതും? ഞാൻ പറഞ്ഞു, ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യുക, എന്നിട്ട് 2 സൈഡിലും എന്ത് ചെയ്യുക? ബോണ്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക അല്ലെ. ഇവിടെ Cl ഉണ്ട്. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? അതിനെ കവർ ചെയ്ത് സ്ക്വയർ ബ്രാക്കറ്റ് ഇടുക, താഴെ N ഇടുക. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും? പോളിമർ കിട്ടും. PVCയുടെ സ്ട്രക്ചർ ഇതാണ്. അപ്പൊ നിങ്ങളോട് ചോദിക്കും കേട്ടോ, റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ ചോദിക്കും. അപ്പൊ ഒരു മോണോമർ തന്നിട്ട് പോളിമർ എഴുതാൻ പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് ഇതേപോലെ എഴുതുക. ഓക്കെ, ഇനി നമുക്ക് പഠിക്കേണ്ട ലാസ്റ്റത്തെ അഡിഷൻ പോളിമർ ആണ് ടെഫ്ലോൺ. ഓക്കെ, ഈ ടെഫ്ലോൺ എന്ന് പറഞ്ഞാൽ ശരിക്കും ടെഫ്ലോൺ എന്ന് അതിന്റെ ഫുൾ നെയിം എന്താണ്? ഫുൾ ഫോം എന്താണ്? പോളി ടെട്രാ ഫ്ലൂറോ ഈഥീൻ. ഈ പോളി ടെട്രാ ഫ്ലൂറോ ഈഥീനെയാണ് നമ്മൾ ഷോർട്ട് ആക്കി ടെഫ്ലോൺ എന്ന് വിളിക്കുന്നത്.
നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ട് ഈ ടെഫ്ലോൺ എവിടെ കാണുന്നു, അല്ലെങ്കിൽ ടെഫ്ലോണിന്റെ പ്രധാനപ്പെട്ട യൂസ് എന്താണ്? നോൺ സ്റ്റിക് കുക്ക് വെയറിന്റെ ഒക്കെ ഇന്നർ സർഫസ് അല്ലെ, നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന നോൺ സ്റ്റിക് പാനിന്റെ ഒക്കെ കോട്ടിങ് വരുന്നത് ടെഫ്ലോൺ കോട്ടിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ടെഫ്ലോണിന്റെ മറ്റൊരു പ്രോപ്പർട്ടിയാണ് ഇറ്റ് ക്യാൻ വിത്ത്സ്റ്റാൻഡ് ഹൈ ടെമ്പറേച്ചർ. ഇല്ലേ, നമ്മള് ടെമ്പറേച്ചർ കൊടുക്കുന്നില്ലേ, ഈ പാത്രത്തിലൊക്കെ ടെമ്പറേച്ചർ കൊടുക്കും അല്ലെ, ഹൈ ടെമ്പറേച്ചർ കൊടുക്കും. അപ്പൊ ഈ ഹൈ ടെമ്പറേച്ചറിലൊക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കഴിവുള്ള ഒരു പോളിമർ ആണ് ടെഫ്ലോൺ. ഓക്കെ, അപ്പൊ പറഞ്ഞേ പോളി ടെട്രാഫ്ലൂറോ ഈഥീൻ അല്ലെ. അപ്പൊ ഇതിന്റെ മോണോമർ എന്തായിരിക്കും? ടെട്രാഫ്ലൂറോ ഈഥീൻ അല്ലെ. അപ്പൊ ടെട്രാഫ്ലൂറോ ഈഥീൻ ആണ് ടെഫ്ലോണിന്റെ മോണോമർ. അപ്പോ അവിടെയും എന്ത് സംഭവിക്കുന്നു? ഇതാണ് ടെട്രാഫ്ലൂറോ ഈഥീൻ. കണ്ടോ, ടെട്രാഫ്ലൂറോ ഈഥീൻ. നമ്മൾ പ്രോഡക്റ്റ് എഴുതുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ബോണ്ട് ബ്രേക്ക് ചെയ്യുക അല്ലെ. ബോണ്ട് ബ്രേക്ക് ചെയ്തു, രണ്ട് സൈഡും ബോണ്ട് ഇട്ട് കൊടുക്കണം. ഇവിടെ സ്ക്വയർ ബ്രാക്കറ്റ് ഇടണം അല്ലെ, പിന്നെ ഒരു എൻ ഇടണം. അങ്ങനെ നമുക്ക് ടെഫ്ലോണിന്റെ സ്ട്രക്ചർ കിട്ടും. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് ടെഫ്ലോണിന്റെ സ്ട്രക്ചർ എഴുതാം. ഓക്കെ, അപ്പൊ നമ്മള് പോളിമറൈസേഷൻ റിയാക്ഷൻ ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതിലെ ഫസ്റ്റ് ടൈപ്പ് അഡിഷൻ പോളിമേഴ്സിനെ നമ്മൾ പരിചയപ്പെട്ടു. നമുക്ക് പഠിക്കേണ്ട 3 അഡിഷൻ പോളിമേഴ്സ് ഏതൊക്കെയാണ്? പോളിത്തീൻ, ടെഫ്ലോൺ, പിന്നെ PVC. ഈ 3 അഡിഷൻ പോളിമേഴ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇത് നമുക്ക് അടുത്ത് പഠിക്കേണ്ടത് കണ്ടൻസേഷൻ പോളിമേഴ്സ് ആണ്. അപ്പൊ അതിനു മുന്നേ കുറച്ച് പോളിമർ നമ്മൾ ഓൾറെഡി പഠിച്ചതും അല്ലാത്തതുമായിട്ടുള്ള നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ ടേബിൾ തന്നെയാണ്, നമുക്ക് നോക്കാം. ഓക്കെ, PVC നമ്മൾ കണ്ടതാണ്. PVCയുടെ മോണോമർ വിനൈൽ ക്ലോറൈഡ് ആണ്. എവിടെയൊക്കെ ഉപയോഗിക്കുന്നു? പൈപ്പ്, പ്ലാസ്റ്റിക് ഫർണിച്ചർ, കോട്ടിംഗ് ഓഫ് ഇലക്ട്രിക് കണ്ടക്ടേഴ്സിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. അടുത്ത പോളിത്തീനും നമ്മൾ കണ്ടതാണ്. അതിന്റെ മോണോമർ ഈഥീൻ ആണ് അല്ലെ. ടാർപോളിൻ ഷീറ്റ്, ക്യാരി ബാഗ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നു. ഇനി നമ്മൾ നാച്ചുറൽ റബ്ബർ നമ്മൾ പരിചയപ്പെട്ടില്ല. നാച്ചുറൽ റബ്ബറിന്റെ മോണോമർ ഏതാണ്? ഐസോപ്രീൻ ആണ്. 1 വേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. നാച്ചുറൽ റബ്ബറിന്റെ മോണോമർ ഏതാണ്? ഐസോപ്രീൻ ആണ്. ഇത് ടയേഴ്സ് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നു. ടെഫ്ലോൺ നമ്മൾ കണ്ടതാണ്. അതിന്റെ മോണോമർ ടെട്രാഫ്ലൂറോ ഈഥീൻ ആണ്. ഇന്നർ സർഫസ് ഓഫ് നോൺ സ്റ്റിക് കുക്ക്വെയർ നമ്മൾ ഓൾറെഡി പഠിച്ചു. ഇത് നമ്മൾ പഠിക്കാത്ത ഒരു പോളിമർ ആണ് ഒർലോൺ അല്ലെ. ഒർലോണിന്റെ മോണോമർ ഏതാന്ന് ചോദിച്ചാൽ അക്രിലോനൈട്രിൽ ആണ്. ഓക്കെ, ഒർലോന്റെ മോണോമർ ഏതാണ്? അക്രിലോനൈട്രിൽ ആണ്. ഇത് സിന്തറ്റിക് ഫൈബേഴ്സിന്റെ മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. അപ്പൊ ടെക്സ്റ്റിലെ ടേബിൾ ആണ്. അപ്പൊ ഇത് ഇതുപോലെ ഒന്ന് പഠിച്ചോണം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇനി കണ്ടൻസേഷൻ പോളിമേഴ്സിനെ പരിചയപ്പെടാം. ഓക്കെ, കണ്ടൻസേഷൻ പോളിമർ നോക്കിയേ. നേരത്തെ അഡിഷൻ പോളിമറിൽ നിന്നും ഇവിടെ കണ്ടൻസേഷൻ പോളിമറിലുള്ള ഒരു മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, അഡിഷൻ പോളിമറിൽ നമ്മൾ എന്താ പഠിച്ചത്? സെയിം യൂണിറ്റ്സ് n നമ്പർ ഓഫ് ടൈംസ് അല്ലെ, റിപ്പീറ്റ് ചെയ്ത് ഉണ്ടാവുന്ന ലാർജ് കോംപ്ലക്സ് മോളിക്യൂൾസ് അല്ലെങ്കിൽ പോളിമേഴ്സിനെയാണ് അഡിഷൻ പോളിമേഴ്സ് എന്ന് പറഞ്ഞത് അല്ലെ. എന്നാൽ കണ്ടൻസേഷൻ പോളിമർ അങ്ങനെയല്ല. കണ്ടൻസേഷൻ പോളിമറിൽ ഡിഫറെന്റ് മോണോമർ യൂണിറ്റ്സ് ആണ് ജോയിൻ ചെയ്യുന്നത്. അങ്ങനെ ഡിഫറെന്റ് മോണോമർ യൂണിറ്റ്സ് ജോയിൻ ചെയ്ത് ഉണ്ടാവുന്ന പോളിമേഴ്സിനെയാണ് നമ്മൾ കണ്ടൻസേഷൻ പോളിമേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ കണ്ടൻസേഷൻ പോളിമറൈസേഷൻ ഈസ് ദ പ്രോസസ് ഇൻ വിച്ച് ഡിഫറെന്റ്, അതാണ് ഇമ്പോർട്ടന്റ് അല്ലെ, ഡിഫറെന്റ് മോണോമേഴ്സ് കമ്പൈൻ ടുഗദർ ടു ഫോം ലാർജർ കോമ്പൗണ്ട്സ് അക്കംപാനിഡ് ബൈ മറ്റൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ റിമൂവൽ ഓഫ് സിമ്പിൾ മോളിക്യൂൾസ് അല്ലെ. ഇവിടെ ഇത്തരം കണ്ടൻസേഷൻ പോളിമേഴ്സ് ഉണ്ടാകുമ്പോൾ ഏതെങ്കിലും മോളിക്യൂൾ, ഒരു സിമ്പിൾ മോളിക്യൂൾ, ചിലപ്പോൾ വാട്ടർ മോളിക്യൂൾ ആവാം, ഇതിന്റെ റിമൂവൽ നടക്കുന്നു അല്ലെ, റിമൂവലും കൂടെ നടക്കുന്നു. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഉണ്ടാവുന്ന പോളിമേഴ്സിനെയാണ് നമ്മൾ കണ്ടൻസേഷൻ പോളിമേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ നമുക്ക് പഠിക്കാനുള്ള കണ്ടൻസേഷൻ പോളിമേഴ്സ് ഏതൊക്കെയാന്ന് നോക്കാം. നമുക്ക് പഠിക്കേണ്ട കണ്ടൻസേഷൻ പോളിമർ ആണ് നൈലോൺ 66. ഓക്കെ, അപ്പൊ നൈലോൺ 66ന്റെ മാനുഫാക്ചർ, നൈലോൺ 66 ഉണ്ടാവണമെങ്കിൽ ഡിഫറെന്റ് മോണോമർ യൂണിറ്റ്സ് ജോയിൻ ചെയ്യണം അല്ലെ. അപ്പോ ഏതൊക്കെയാണ് ആ ഡിഫറെന്റ് മോണോമർ യൂണിറ്റ്സ് എന്ന് നമുക്ക് നോക്കാം. നൈലോൺ 66 is a condensation polymer. It is obtained by the condensation polymerization of adipic acid. ഫസ്റ്റ് മോണോമർ എന്താണ്? അഡിപ്പിക് ആസിഡ് ആൻഡ് ഹെക്സാമെത്തിലിൻ ഡയമീൻ. അപ്പൊ ഏതൊക്കെ മോണോമർ യൂണിറ്റ്സ് ചേർന്നാണ് നൈലോൺ 66 ഉണ്ടാവുന്നത്? അഡിപ്പിക് ആസിഡും ഹെക്സാമെത്തിലിൻ ഡയമീനും. ഓക്കെ, ഈ അഡിപ്പിക് ആസിഡ് എന്ന് പറയുന്നത് ഒരു 6 കാർബൺ വരുന്ന ഒരു ആസിഡ് ആണ്. അതേപോലെ പിന്നെ ഹെക്സാമെത്തിലിൻ ഡയമീൻ, ഇവർ തമ്മിൽ എന്ത് ചെയ്യുന്നു? ജോയിൻ ചെയ്യുന്നു വിത്ത് റിമൂവൽ ഓഫ് വാട്ടറിന്റെ റിമൂവലിൽ ഉണ്ടാവുന്ന പ്രോഡക്റ്റ് ആണ് നൈലോൺ 66.
ഓക്കെ, അപ്പോ കണ്ടല്ലോ അഡിപ്പിക് ആസിഡും ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഈ കെമിക്കൽ റിയാക്ഷൻ പഠിക്കണം കേട്ടോ. അപ്പോ നൈലോൺ 6,6 ഉണ്ടാവാനായിട്ട് അഡിപ്പിക് ആസിഡും വേണം, ഹെക്സാമെത്തിലിൻ ഡയമീനും വേണം. ഇവർ തമ്മിൽ കമ്പൈൻ ചെയ്യുന്നു, നൈലോൺ 6,6 ഉണ്ടാവുന്നു. ഓക്കെ, അപ്പൊ ആ റിയാക്ഷൻ ഞാൻ കാണിച്ചു തരാം. അപ്പൊ നൈലോൺ 6,6ന് അഡിപ്പിക് ആസിഡ് അല്ലെ, അഡിപ്പിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും HOOC അല്ലെ COOH. ഓക്കെ, HOOC പിന്നെന്താ CH2 4 times COOH. ഇതാണ് അഡിപ്പിക് ആസിഡ്, 6 കാർബൺ വരുന്ന അഡിപ്പിക് ആസിഡ്. ഓക്കെ, അപ്പൊ ഇതിലോട്ടാണ് ഇനി ഹെക്സാമെത്തിലിൻ ഡയമീൻ, കണ്ടോ നമ്മുടെ ഹെക്സാമെത്തിലിൻ ഡയമീൻ ചേരുന്നത്. അപ്പോ ഇതും N ടൈംസ് ഉണ്ട്, ഹെക്സാമെത്തിലിൻ ഡയമീനും N ടൈംസ് വരണം. അപ്പൊ ഹെക്സാമെത്തിലിൻ ഡയമീൻ എന്ന് പറഞ്ഞാൽ NH2 CH2 ഹെക്സയാണ് അല്ലെ, അപ്പൊ 6 times NH2. ഇതാണ് ഹെക്സാമെത്തിലിൻ ഡയമീൻ. ഓക്കെ, അപ്പൊ ഇവർ തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോൾ എന്തിന്റെ റിമൂവലും കൂടെ നടക്കുന്നു? വാട്ടറിന്റെ റിമൂവൽ അല്ലെ, വിത്ത് റിമൂവൽ ഓഫ് വാട്ടറിന്റെ റിമൂവലും കൂടെ നടന്നിട്ടാണ് എന്ത് സംഭവിക്കുന്നത്? നൈലോൺ 6,6 ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എങ്ങനെയൊക്കെയാ വാട്ടറിന്റെ റിമൂവൽ നടക്കുന്നത്? ഇവിടത്തെ ഒരു OHും ഇവിടത്തെ ഒരു Hഉം ചേർന്നിട്ട് വാട്ടറായിട്ട് റിമൂവ് ചെയ്യുന്നു. അതേപോലെ ഇവിടത്തെ ഒരു OHും ഇതിൽ നിന്ന് ഒരു Hഉം ചേർന്നിട്ട് 2 വാട്ടർ മോളിക്യൂൾസ് റിമൂവ് ആവുന്നു. അങ്ങനെ നമുക്ക് പ്രോഡക്റ്റ് എങ്ങനെ എഴുതാം? ഇപ്പൊ ഇവിടെ നിന്ന് OH പോയല്ലേ, ബാക്കി ഇനി എന്തേ ഉള്ളൂ? CO അല്ലെങ്കിൽ OC അല്ലെ, COA ഉള്ളൂ, ബാക്കി CH2 4 times. ഇവിടെയും എന്തേ ഉള്ളൂ? COA ഉള്ളൂ, ബാക്കി NH2 ഒരു ഹൈഡ്രജൻ പോയി, അപ്പൊ NH ഉള്ളൂ അല്ലെ. CH2 6 times, ഇവിടെയും NH അല്ലെ. അങ്ങനെ നമ്മുടെ ഹെക്സാമെത്തിലിൻ ഡയമീൻ, ഇത് നമ്മൾ പോളിമർ ചെയ്തും ഉറപ്പായിട്ടും 2 എൻഡിലും ഇങ്ങനെ ബോണ്ട് കൊടുത്തേക്കണം. എന്ത് ചെയ്യുക? ഒരു എന്നും കൂടെ മാർക്ക് ചെയ്താൽ നമ്മുടെ നൈലോൺ 6,6. ഇതാണ് നൈലോൺ 6,6. ഓക്കെ, നൈലോൺ 6,6ന്റെ ഈ കെമിക്കൽ റിയാക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അഡിപ്പിക് ആസിഡും ഹെക്സാമെത്തിലിൻ ഡയമീനും കമ്പൈൻ ചെയ്ത് നൈലോൺ 6,6 ഉണ്ടാവുന്ന പ്രോസസ്സ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാം. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോ നമുക്കിനി ഇതേപോലുള്ള കൂടുതൽ കണ്ടൻസേഷൻ പോളിമേഴ്സ് ഏതൊക്കെയാന്ന് നോക്കാം. നൈലോൺ 6,6 നമ്മൾ ഓൾറെഡി കണ്ടതാണ്, അഡിപ്പിക് ആസിഡും ഹെക്സാമെത്തിലിൻ ഡയമീനും. ഇതിന്റെ യൂസ് എന്താ? ഫാബ്രിക്സ് ഉണ്ടാക്കാൻ, കോംസ്, ബ്രിസിൽസ് ഓഫ് ബ്രഷസ്, ഇതിന്റെയൊക്കെ മാനുഫാക്ചറിങ്ങിനാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്? നൈലോൺ 6,6 ഉപയോഗിക്കുന്നത്. അടുത്ത ഒരു പോളിമർ ആണ് ബേക്കലൈറ്റ് അഥവാ ഫിനോൾ ഫോർമാൽഡിഹൈഡ് റെസിൻ. ബേക്കലൈറ്റ് എന്നോ അതിന്റെ മറ്റൊരു പേരാണ് ഫിനോൾ ഫോർമാൽഡിഹൈഡ് റെസിൻ. അപ്പൊ ഇതിന്റെ മോണോമേഴ്സ് ഏതൊക്കെയാണ്? ഫിനോളും ഫോർമാൽഡിഹൈഡുമാണ് മോണോമേഴ്സ്. ഇത് എന്തിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നു? സ്വിച്ച്, പ്ലഗ്, ഹാൻഡിൽസ് ഓഫ് പ്രഷർ കുക്കർ. അപ്പൊ ഇതിന്റെയൊക്കെ മാനുഫാക്ചറിങ്ങിനാണ് ഫിനോൾ ഫോർമാൽഡിഹൈഡ് റെസിൻ അഥവാ ബേക്കലൈറ്റ് യൂസ് ചെയ്യുന്നത്. അടുത്ത പോളിമർ ആണ് പോളിസ്റ്റർ അല്ലെങ്കിൽ പോളി എത്തിലിൻ ടെർഫ്താലേറ്റ് എന്ന് പറയും. പോളി എത്തിലിൻ ടെർഫ്താലേറ്റ്. ഇതിന്റെ മോണോമേഴ്സ് ഏതൊക്കെയാണ്? എത്തിലിൻ ഗ്ലൈക്കോളും ടെർഫ്താലിക് ആസിഡുമാണ് മോണോമേഴ്സ്. ഇവിടെ ഇതെന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? ചാർക്കോളിന്റെ മാനുഫാക്ചർ, ബോട്ടിൽസ്, ഫാബ്രിക്സ്, ഇതിന്റെയൊക്കെ മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഈ ടേബിൾ ഇങ്ങനെ പഠിക്കാം. നമ്മൾ നേരത്തെ അഡിഷൻ പോളിമേഴ്സ് വെച്ചിട്ട് ഒരു ടേബിൾ കണ്ടു. ഇത് കണ്ടൻസേഷൻ പോളിമേഴ്സിന്റെതാണ്. അപ്പോൾ ഈ ടേബിൾ ഇതുപോലെ പഠിക്കുക, യൂസസും പഠിച്ചിരിക്കുക. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് പ്രോസസ് അല്ലെങ്കിൽ നെക്സ്റ്റ് കെമിക്കൽ റിയാക്ഷൻ ആണ് തെർമൽ ക്രാക്കിംഗ്. ശരിക്കും നമുക്ക് വേണമെങ്കിൽ പോളിമറൈസേഷന്റെ ഓപ്പോസിറ്റ് ആണ് തെർമൽ ക്രാക്കിംഗ് എന്ന് പറയാം. പോളിമറൈസേഷൻ എന്താണ്? സ്മോൾ യൂണിറ്റ്സ് ചേർന്ന് ലാർജ് കോംപ്ലക്സ് മോളിക്യൂൾ ആയി അല്ലെ. അതേപോലെ തെർമൽ ക്രാക്കിംഗ് എന്ന് പറയുമ്പോൾ ഹൈ മോളിക്കുലാർ വെയിറ്റ് ഉള്ള കോമ്പൗണ്ട്സ് സ്പ്ലിറ്റ് ചെയ്തിട്ട് അല്ലെ, ക്രാക്ക് ചെയ്യാണ് അല്ലെ, ബ്രേക്ക് ചെയ്തിട്ട് സിമ്പിൾ മോളിക്യൂൾസ് ആയിട്ട് മാറുന്ന, ലോ മോളിക്കുലാർ വെയിറ്റ് ഉള്ള കോമ്പൗണ്ട്സ് ആയിട്ട് മാറുന്ന പ്രോസസ്സാണ് തെർമൽ ക്രാക്കിംഗ്. അപ്പൊ ഇങ്ങനെ ക്രാക്കിംഗ് നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ടെമ്പറേച്ചർ കൊടുക്കണം, ഹീറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് പേര് തെർമൽ ക്രാക്കിംഗ് എന്ന് വന്നത്. When heated in the absence of air, some hydrocarbons with a high molecular weight decompose into hydrocarbons with a lower molecular weight. ഇപ്പൊ ഹയർ മോളിക്കുലാർ വെയിറ്റ് ഉള്ള കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ ഹൈഡ്രോകാർബൺസ് നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ ബ്രേക്ക് ചെയ്ത് ലോ മോളിക്കുലാർ വെയിറ്റ് ഉള്ള ഹൈഡ്രോകാർബൺസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ദിസ് പ്രോസസ് ഈസ് കോൾഡ് തെർമൽ ക്രാക്കിംഗ്.
അപ്പൊ നോക്കിയേ, ഇവിടെ നോക്കിയേ, നമ്മൾ എടുക്കുന്നത് പ്രൊപ്പെയിൻ ആണ് അല്ലെ, CH3 CH2 CH3. പ്രൊപ്പെയിൻ എടുത്ത് ഹീറ്റ് ചെയ്തപ്പോ പ്രൊപ്പെയിനിൽ മൊത്തം 3 കാർബൺ ആണുള്ളത്. ഉണ്ടായ പ്രോഡക്ട്സ് നോക്കിയേ, 1 കാർബൺ ഉള്ള മീഥേനും 2 കാർബൺ ഉള്ള ഈഥീനും ഉണ്ടായി. അപ്പൊ മൊത്തത്തിൽ എത്ര തന്നെ കിട്ടും? 3 തന്നെ കിട്ടും അല്ലെ? മനസ്സിലായോ? അപ്പൊ 3 കാർബൺ കോമ്പൗണ്ട്, ഒരു 3 കാർബൺ കോമ്പൗണ്ട് സ്പ്ലിറ്റ് ചെയ്ത് 1 കാർബൺ കോമ്പൗണ്ടും 2 കാർബൺ കോമ്പൗണ്ടും ആയിട്ട് മാറി. അതിൽ ഒരെണ്ണം സാച്ചുറേറ്റഡും മറ്റൊരെണ്ണം അൺസാച്ചുറേറ്റഡും ആയിരുന്നു. അപ്പൊ ഇതൊക്കെയാണ് തെർമൽ ക്രാക്കിംഗിന്റെ പ്രോപ്പർട്ടീസ്. നമുക്ക് നോക്കാം. വെൻ ഹൈഡ്രോകാർബൺസ് കണ്ടെയ്നിങ് മോർ കാർബൺ ആറ്റംസ് ആർ സബ്ജക്റ്റഡ് ടു തെർമൽ ക്രാക്കിംഗ്, ദ കാർബൺ ചെയിൻ ഈസ് ലൈക്ലി ബ്രേക്കപ്പ് ഇൻ ടു സെവറൽ വേസ് അല്ലെ, കാർബൺ ചെയിൻ എന്ത് ചെയ്യുന്നു? ബ്രേക്ക് ചെയ്യുന്നു. The products obtained as a result of thermal cracking depend on the temperature, pressure, nature of hydrocarbon. ഉണ്ടാവുന്ന പ്രോഡക്ട്സ് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? നമ്മൾ കൊടുക്കുന്ന ടെമ്പറേച്ചറിനെയും പ്രഷറിനെയും അതുപോലെ എടുക്കുന്ന ഹൈഡ്രോ കാർബൺസിന്റെ നേച്ചറിനെയും ഒക്കെ എന്ത് ചെയ്യും? ഡിപ്പെൻഡ് ചെയ്യും. അടുത്ത പോയിന്റ് ആണ് ഇമ്പോർട്ടന്റ്. When saturated hydrocarbons undergo thermal cracking, the products include saturated and unsaturated hydrocarbon. അപ്പൊ ഒരു സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബണിൽ തെർമൽ ക്രാക്കിംഗ് നടന്നാൽ ഉണ്ടാവുന്ന പ്രോഡക്ട്സിൽ സാച്ചുറേറ്റഡും കാണും അൺസാച്ചുറേറ്റഡും കാണും. അതാണ് നമ്മൾ ഇവിടെ കണ്ടത്. കണ്ടോ, ഒരാള് സാച്ചുറേറ്റഡ് ആയിരുന്നു, അടുത്ത ആള് അൺസാച്ചുറേറ്റഡ് ആയിരുന്നു. മനസ്സിലായോ? അപ്പൊ ഉണ്ടാകുന്ന പ്രോഡക്ട്സിൽ മിക്സ്ചർ ആയിരിക്കും, സാച്ചുറേറ്റഡും അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള കോമ്പൗണ്ട്സും കാണും തെർമൽ ക്രാക്കിംഗിൽ. ക്ലിയർ ആണോ? ഓക്കെ, നമ്മുടെ അവസാനത്തെ റിയാക്ഷൻ ആണ് കമ്പഷൻ റിയാക്ഷൻ. ഓക്കെ അല്ലെ, നമ്മൾ മൊത്തം പഠിക്കേണ്ടത് 5 റിയാക്ഷൻ ആണ്. നമ്മൾ ആദ്യം സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ പഠിച്ചു, പിന്നീട് അഡിഷൻ റിയാക്ഷൻ പഠിച്ചു, പിന്നെ പോളിമറൈസേഷൻ റിയാക്ഷൻ പഠിച്ചു, ഇപ്പൊ തെർമൽ ക്രാക്കിംഗ് പഠിച്ചു. ഇനി പഠിക്കേണ്ട റിയാക്ഷൻ ആണ് കമ്പഷൻ റിയാക്ഷൻ. നമുക്കറിയാം കമ്പഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ അല്ലെ എയറുമായിട്ടുള്ള അല്ലെ ഓക്സിജനുമായിട്ടുള്ള റിയാക്ഷൻ ആണ് അല്ലെ. അപ്പൊ ഹൈഡ്രോകാർബൺസ് ബേൺ ചെയ്യുമ്പോൾ അല്ലെ, ഓക്സിജനിൽ ബേൺ ചെയ്യുമ്പോൾ കമ്പൈൻസ് വിത്ത് ഓക്സിജൻ ഇൻ ദ എയർ ടു ഫോം ഉണ്ടാവുന്ന പ്രോഡക്ട്സ് എപ്പോഴും കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ആയിരിക്കും. ഓക്കെ, ഏത് ഹൈഡ്രോകാർബണും ആവട്ടെ, കമ്പഷൻ റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ കിട്ടുന്ന പ്രോഡക്ട്സ് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ആയിരിക്കും. പിന്നെ അതിന്റെ കൂടെ ലൈറ്റ് ഹീറ്റ് തുടങ്ങിയ പ്രോഡക്ട്സ്, അതൊരു പ്രോഡക്റ്റ് അല്ല, എനർജിയും കൂടെ റിലീസ് ചെയ്യും. ദിസ് പ്രോസസ് ഈസ് കോൾഡ് കമ്പഷൻ. ഓക്കെ, മീഥേനിൽ നടക്കുന്ന കമ്പഷൻ ആണ്. മീഥേൻ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു, കിട്ടുന്ന പ്രോഡക്ട്സ് കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ പ്ലസ് ഹീറ്റ്. ഓക്കെ, വെൻ ഹൈഡ്രോകാർബൺസ് ബേൺ ദേ കമ്പൈൻ വിത്ത് ഓക്സിജൻ. നമ്മൾ പറഞ്ഞല്ലോ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് എന്തൊക്കെ ഫോം ചെയ്യുന്നു? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഫോം ചെയ്യുന്നു. അതിന് എത്ര കാർബൺ ഉള്ള ഹൈഡ്രോകാർബൺ ആണെങ്കിലും നമ്മുടെ പ്രോഡക്ട്സ് എപ്പോഴും കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ആയിരിക്കും. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ട ഓർഗാനിക് കോമ്പൗണ്ട്സ് നടക്കുന്ന പ്രധാനപ്പെട്ട കെമിക്കൽ റിയാക്ഷൻസ്. ഇതിൽ പല കെമിക്കൽ റിയാക്ഷൻസ് നിങ്ങൾ എന്ത് ചെയ്യണം? ചെയ്ത് അല്ലെങ്കിൽ എഴുതി തന്നെ പഠിക്കണം. സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഒക്കെ സ്ഥിരം ചോദിക്കുന്നതാണ്. അതിപ്പോ ക്ലോറിൻ വെച്ച് മാത്രമായിരിക്കില്ല, ഏത് മോളിക്യൂൾ വെച്ചിട്ടും സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ചോദിക്കാം. അതിന്റെ പ്രോഡക്ട്സ് എഴുതാൻ ചോദിക്കാം. ഒരിക്കലും ഒരു പ്രോഡക്റ്റ് ആയിരിക്കില്ല അവിടെ വരുന്നത്, സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിൽ പ്രോഡക്ട്സ് എഴുതാനായിരിക്കും ചോദിക്കുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ എല്ലാ അല്ലെ എത്ര ഹൈഡ്രജൻ അല്ലെങ്കിൽ എത്ര ആറ്റംസിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുമോ അത്രയും ആറ്റത്തിനെയും റീപ്ലേസ് ചെയ്തിട്ടുള്ള പ്രോഡക്ട്സ് എല്ലാം എഴുതിയാൽ മാത്രമേ മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഈ സെക്ഷനിൽ നമ്മൾ കെമിക്കൽ റിയാക്ഷൻസ് മാത്രമാണ് പഠിച്ചത്. നമുക്കിനി അടുത്ത സെക്ഷനിൽ നമുക്ക് എന്ത് പഠിക്കാം? ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സ് പഠിക്കാനുണ്ട് കേട്ടോ. ചില ഇൻഡസ്ട്രിയലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സ് നമുക്ക് അടുത്ത സെക്ഷനിൽ പഠിക്കാം. അപ്പൊ ഇത്രയും നിങ്ങൾ ക്ലിയർ ആയിട്ടും പഠിക്കാം. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു.